everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാതെ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് അടക്കം. ഫസ്റ്റ് നിഫ്റ്റി ഡബിൾ ബോട്ടം മേ ബി റൈറ്റ്. ഫിഫ്ത്ത് ഫെയിലിയറുടെ ഒരു റൂള് ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. പ്രൈസ് ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു. മോർണിംഗ് ഒരു മൂവ് കിട്ടിയുള്ളൂ, ബാക്കി സൈഡ് വേസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ്ലി ഒരു ബൗൺസാണ്. ഓക്കെ, സോ ഓവറോൾ സ്ട്രക്ചർ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. സ്കാൽപ്പ് സ്ട്രക്ചർ മാത്രമേ ഉണ്ടായുള്ളൂ. കിട്ടിയത് രാവിലെ ആർക്ക് കിട്ടിയ അതേ ഉള്ളൂ, ബാക്കിയൊന്നും കിട്ടിയില്ല എന്ന് പറയാം. ഇപ്പോൾ പറയാനുള്ളത് എന്താണ്, ഇന്ന് ലാസ്റ്റിൽ ഇത് ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തായിരുന്നു. ഓക്കെ, ബട്ട് അത് ട്രയാങ്കിൾ ശരിക്കും താഴേക്കല്ല ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്. പ്രൈസ് എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റിലേക്കാണ് ട്രയാങ്കിൾ പാറ്റേൺ. ഇത് ഇങ്ങനെ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു പ്രൈസ് ഇവിടുന്ന് ഡൗൺ സൈഡ് പ്രോപ്പർലി ആയിരുന്നു 1 2 3 4 5 ഇവിടുന്ന് ഡൗൺ സൈഡ് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 25,100 ഇവിടുന്ന് ഡയറക്റ്റ് ബ്രേക്ക് ഡൗൺ തരുമായിരിക്കും. ബട്ട് പ്രൈസ് എന്ത് ചെയ്തു, മുകളിൽ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് പോയി മുകളിൽ. അതിൻ്റെ അബവ് ക്ലോസിങ് ആൻഡ് കൺസൾട്ടേഷൻ വീണ്ടും പ്രൈസ് മുകളിലേക്കാണ് പോയത്. ദാറ്റ് മീൻസ് പ്രൈസ് എനി ഹൗ ബുള്ളിഷ്നെസ്സിൻ്റെ സൈൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് നത്തിങ് ഈസ് ക്ലിയർ. ഇപ്പോൾ ക്ലിയർ എനിക്ക് പറയാൻ ഒന്നുമില്ല ഇതിനകത്ത്. ഇനി പറയാനുള്ളത് എന്താണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. റീസൺ പഴയ വീഡിയോസ് കണ്ടില്ലേ, കാണുന്ന ABC സ്ട്രക്ചറാണ്. നമ്മൾ സിയുടെ ഫോർത്താണ് ഇത്. ഫോർത്ത് ആൻഡ് ദെൻ ഫിഫ്ത്ത് ഓൺ ഗോയിങ് അവരുടേതാണ്. ഫിഫ്ത്ത് ഫെയിലിയർ ആണോ ഇല്ല എന്നാണ് ഇനി നമുക്ക് സംശയം. സോ ഫിഫ്ത്ത് ഫെയിലിയറുടെ കൺഫർമേഷൻ ഇപ്പോൾ കിട്ടും, റൈറ്റ്. ഫിഫ്ത്ത് കംപ്ലീറ്റ് ആവേണ്ടത് ഇതിൻ്റെ ബില്ലോ ആണ്. എപ്പോഴും ഇതിൻ്റെ ബില്ലോ ഡബിൾ ബോട്ടം ആവാം. 100% പെർഫെക്റ്റ്ലി ടച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആവാം എന്ന് പറയാം. ബട്ട് അത് ടച്ച് ചെയ്തിട്ടില്ല. സോ അല്ലെങ്കിൽ ഇതിൻ്റെ ബില്ലോ എവിടെയെങ്കിലും ഫിഫ്ത്ത് തീർക്കേണ്ടതാണ്. ഫിഫ്ത്തിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും ഫിഫ്ത്തിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് ആണ്. 1 2 3 റൈറ്റ്. ഇനി ഇതിൻ്റെ ഇത് 4 ആണോ ആൻഡ് ദെൻ വീണ്ടും ഫിഫ്ത്ത് വരുമെന്ന് ഐ ഡോണ്ട് നോ. മീൻസ് സ്ട്രക്ചർ ഇനി 1 ഡേ ഐ തിങ്ക് ഒരു ദിവസം കൂടി വേണ്ടി വരും പ്രോപ്പർ ക്ലിയർ സ്ട്രക്ചർ ആവാൻ. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ പറയാം. സ്മോൾ ടൈം ഫ്രെയിം ഇൻ കേസ് ഇത് ഫിഫ്ത്തിൻ്റെ മേജർ ഫിഫ്ത്തിൻ്റെ ഫോർത്തിൻ്റെ ബൗൺസ് ആണെങ്കിൽ, ഇത് 1 2 3 4 ഫോർത്ത് അങ്ങനെയാണെങ്കിൽ 61.80% മാക്സിമമേ വരാറുള്ളൂ. അത് ക്ലോസിങ് അവിടെ തന്നെയാണ്. പെർഫെക്റ്റ് അത് തന്നെയാണ് 61.80%. ഇതിൻ്റെ അബവ് പ്രൈസ് ഇനി നാളെ സ്മോൾ ടൈം ഫ്രെയിമിലാണ്. ഇതിൻ്റെ അബവ് പ്രൈസ് മുകളിൽ പോവുകയാണെങ്കിൽ സോ സം ടൈപ്പ് ഓഫ് ബുള്ളിഷ്നെസ്സിലേക്ക് ഇനി നമുക്ക് എൻറ്റേർഡായി സ്മോൾ ടൈം ഫ്രെയിമിൽ. ബിഗർ ടൈം ഫ്രെയിമിലായിട്ടില്ല, സ്മോൾ ടൈം ഫ്രെയിമിൽ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ 50% വരാവുള്ളൂ ഫോർത്ത് വേവ്. ഓക്കെ, ആൻഡ് 61.80% ഏത് സിനാരിയോയിലാണ്, അത് നമ്മുടെ 333 കറക്ഷൻ്റെ സിനാരിയോയിലേക്കാണ്. പക്ഷേ ഇപ്പോൾ ഇമ്പൾസിൻ്റെ ആ ഒരു ടച്ച് ആയില്ല 61.80. ദാറ്റ് മീൻസ് സം ടൈപ്പ് ഓഫ് ബുള്ളിഷ്നെസ്. ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ 61.80%, ദാറ്റ് മീൻസ് 25,250 ഇൻറ്റർഡേ പർപ്പസിലാണ് ഇപ്പോൾ പറയണേ. സോ പ്രൈസ് പോവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്പ് ഓഫ് ബുള്ളിഷ്നെസ്സിലേക്ക് മാറുക. ആൻഡ് ഇത് 1 ഇത് 2 ഇത് 3 കൗണ്ട് ചെയ്യണം. പിന്നെ ഫോർത്തിൻ്റെ റിട്രേസ്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് പ്ലേ ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ ആ ഒരു സിനാരിയോയിൽ മൊത്തം ഇത് ABCയുടെ A, ഇത് BI ആൻഡ് C ആണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. സിയുടെ 5 ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ബുള്ളിഷ്നെസ് ഒത്തിരി സമയം ഉണ്ടാകും. ഒത്തിരി സമയം ബേസ് ഇതിൻ്റെ അഭാവമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 25,430 മീൻസ് ഇതിൻ്റെ റിജക്ഷൻ. ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ് മീൻസ് ബിഗർ ടൈം ഫിഫ്ത്ത് ഫെയിലിയറായി, ഫിഫ്ത്ത് ബിഗർ ടൈം ഫ്രെയിം ഫിഫ്ത്ത് വേവ് ഫെയിലിയറായി ആൻഡ് ഇനി ബുള്ളിഷ്നെസ്സിലേക്കായി. ആൻഡ് ഓവറോൾ ഇനി പ്രൈസ് മൊത്തത്തിൽ റിവേഴ്സൽ അല്ല, ഓവറോൾ ഈ സ്ട്രക്ചറുടെ ബൗൺസ് തരാനുള്ള ചാൻസസ് ഉണ്ടാകും. ആ ഒരു സിനാരിയോ ഫുൾ ഈ ലെഗിൽ ഫിബൊനാച്ചി ഇങ്ങനെ വെക്കണം താഴേക്ക്. അപ്പോൾ കണ്ട 23.60%. അതൊക്കെ സോ 38.50% അബവ് പോവുകയാണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ്നെസ്സിലേക്ക് മാറുള്ളൂ. അല്ലെങ്കിൽ ഇത് ബൗൺസിന് പറയാം ഓവറോൾ ലെഗിൻ്റെ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക, അത് നോക്കണ്ട. ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, സ്മോൾ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻട്രാഡേ ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ പർപ്പസിൽ ഞാൻ പറയുന്നത് 25,250 ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയ, ദാറ്റ് മീൻസ് ബുള്ളിഷ് ആണ്. സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ബുള്ളിഷാണ് പ്രൈസ് സ്മോൾ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ആൻഡ് അതിൻ്റെ 1 അതിൻ്റെ 2 3 ഓൺ ഗോയിങ് ആയിരിക്കും. പിന്നെ ഫോർത്തിൻ്റെ റിട്രേസ്മെൻറ്റ് വരും, പിന്നെ ഫിഫ്ത്ത്. ഓക്കെ, ശ്രദ്ധിക്കുക, അങ്ങനെ പ്ലേ ചെയ്താൽ മതി കേട്ടോ. നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ. സ്ട്രക്ചർ ക്ലിയർ അല്ല, കൺഫ്യൂസിങ് ആണ്.
ടൈം എടുക്കുന്നുണ്ട് അവർ എടുക്കട്ടെ, നോ പ്രോബ്ലം. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്താലേ നമുക്കത് പ്രോപ്പർലി ഇത് കിട്ടുള്ളൂ, മൂവ് കിട്ടുള്ളൂ. നാളെ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് 61.80% റിജക്ഷൻ സോണാണ്. സോ എന്തായി ആ ഒരു സെനാലിൽ 1, 2, 3 ഇത് 4th ആൻഡ് ബൗണ്ട് ആൻഡ് 5th നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതിങ്ങനെ ഇത് വരച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ വീക്ക്നെസ് അതിൻ്റെ ബിലോ വീക്ക്നെസ് ആയോ? ഓക്കെ, മനസ്സിലായോ? കൺഫ്യൂഷൻ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കൺഫ്യൂഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. 1, 2 ഇത് 3 ഫ്ലാറ്റ് ഓപ്പണിംഗ് ഓർ നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് 4 ആയി. ആൻഡ് ദെൻ വെയിറ്റ് ഫോർ 5th ഇവിടെ തീർന്നുണ്ടോ, ഇവിടെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. 5th എവിടെ തീർന്നുണ്ടോ എന്ന് അതനുസരിച്ച് നോക്കണം നമുക്ക്. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഹൈ 250യുടെ ഹൈ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, പ്രോപ്പർ ക്ലോസിങ്, പ്രോപ്പർ ഹൈ അവിടെ തന്നെ, പ്രോപ്പർ ക്ലോസിങ് അവിടെ തന്നെയാണ്. സോ ഇനി നാളെ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ. ഇനി നമുക്ക് വേഗം ക്രൂഡ് ഓയിലിലേക്ക് കിടക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി, കമൻറ്റ്സ് ചെയ്യുന്നുണ്ട്, മാക്സിമം ഷെയറും ചെയ്തു എല്ലാവരും വീഡിയോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒത്തിരി കമൻറ്റ്സും വന്നു. സോ ഇതുപോലെ തന്നെ എല്ലാവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ലേണിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ വരും, വന്നുകൊണ്ടിരിക്കും, റെഗുലർ ബേസിസിൽ വന്നുകൊണ്ടിരിക്കും, വീക്കെൻഡിൽ മോസ്റ്റ്ലി. പിന്നെ എൻ്റെ ഓരോരോ വീഡിയോസ് ഞാൻ പ്രോപ്പർലി ഡെയിലി ചെയ്യുന്ന വീഡിയോസ്, ഇൻട്രോഡേ പർപ്പസിൽ വീഡിയോസ്, അതിലും ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ട് നോളേജ്. സോ ഈ വീഡിയോ ഡെയിലി മസ്റ്റായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണമുണ്ടാവുള്ളൂ, എന്തെങ്കിലും നോളേജ് കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും. ഓക്കെ, ക്രൂഡ് ഓയിൽ 111% AU റെസിസ്റ്റൻസ്. ആരും ഷെയർ ചെയ്യാത്ത റെസിസ്റ്റൻസ് ആണ് 111%. കണ്ടോ, ഇതാണ് നമ്മുടെ എലിറ്റ് വ്യൂവിൻ്റെ മാജിക് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ 111% ആരും ഷെയർ ചെയ്യാത്ത ഒരു ലെവലാണെന്ന്. ഞാൻ അന്ന് ലാസ്റ്റ് ക്രൂഡ് ഓയിൽ ഇങ്ങനെ തന്നെ ഫിബനാച്ചി വെച്ചിട്ട് ഞാൻ പോയത് അന്ന്. എന്താ വെച്ചാൽ ക്രൂഡ് ഓയിൽ ഈ 111% ഒരു റെസിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അത് എന്തായിരുന്നു റീസൺ നമുക്ക് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാം. എന്തായിരുന്നു റീസൺ? ഞാൻ അന്നേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നു, ഡയറക്റ്റ്ലി ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ സോ 111% ഫേസ് ചെയ്യേണ്ടി വരും. ഡയറക്റ്റ്ലി ട്രയാങ്കിൾ എപ്പോഴും ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ പാറ്റേൺ എപ്പോഴും ട്രയാങ്കിളിനകത്ത് ഇൻറ്റേർണൽ 5 മൂവ്സ് ഉണ്ടാവണം. 1, 2, 3, 4, 5th ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട് തരണം. ട്രയാങ്കിൾ വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണുന്നു, ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ അകത്ത് എപ്പോഴും 1, 2, 3 റെസിസ്റ്റൻസ് എടുക്കണം, 4th 5th താഴേക്ക് വരണം. പിന്നെ ഇവിടെ നിന്ന് റിവേഴ്സൽ എടുത്ത് ഷാർപ്ലി മുകളിലേക്ക് പോകും. അത് പ്രോപ്പർ ട്രയാങ്കിളുടെ ബ്രേക്ക് ഔട്ട് ആൻഡ് ഹ്യൂജ് മൂവ് അതിലേക്ക് കിട്ടും. ഹ്യൂജ് മൂവ് നിൽക്കത്തില്ല. പിന്നെ പ്രൈസ് 127% അവിടെ നിൽക്കുള്ളൂ മിനിമം. 127 ആ ഒരു ഈ ലെഗിൻ്റെ 127% അവിടെ നിൽക്കത്തുള്ളൂ പിന്നെ പ്രൈസ്. അതാണ് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു ഭാഗം. ബട്ട് ഈ സിനാരിയിൽ ഇതിനകത്ത് എന്ത് ചെയ്തു, ഡയറക്റ്റ്ലി പ്രൈസ് മുകളിലേക്ക് പോയി, ബ്രേക്ക് ഔട്ട് തന്നു. ബ്രേക്ക് ഔട്ട് ദാറ്റ് മീൻസ് അത് ബ്രേക്ക് ഔട്ട് പറയാം, ഓർ സ്ലോ ബ്രേക്ക് ഔട്ട്, അത്രേ ഉള്ളൂ. മീൻസ് ജെന്വൻ ഉണ്ടാവില്ല. അതാണ് 111% ആ ഒരു സിനാരിയോയിൽ പെർഫെക്റ്റ്ലി അവിടെ റെസിസ്റ്റൻസ് എടുത്തു വരും. ഓക്കെ, ഇനി ക്രൂഡിൽ എന്താണ്? ക്രൂഡിൽ 111% നമുക്ക് ഇപ്പോൾ റെസിസ്റ്റൻസ് ആണല്ലോ എന്ത് ചെയ്തു. സോ ക്രൂഡ് 5th എത്രാമത്തെ മൂവിലാണ്? 1, 2, 3, 4, 5. ഓക്കെ, 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. 5th 1, 2, 3, 4 and 5. സോ ക്രൂഡ് ഇപ്പോൾ ഡിഗ്രി ഫോളിലേക്കാണ്. ഐ തിങ്ക് സ്മോൾ ടൈമിൽ ഡിഗ്രി ഫോൾ. സോ ബുള്ളിഷ്നെസ് ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് നോക്കാം. ഒന്നുകൂടി 1 hourൽ വരിക. 1 hourൽ വന്നിട്ട് നമുക്ക് ക്രൂഡിൽ ഇപ്പോൾ നോക്കാനുള്ളത് പ്രൈസ് ഇവിടെ നിന്ന് പോയ 1, 2, 3 ഈ 4ൻ്റെ റീട്രേസ്മെൻറ്റ് കൂടുതലാണല്ലോ. നോക്കാം എന്താണ് അത്രയ്ക്ക് കൂടുതൽ. പെർഫെക്റ്റ്ലി 61.80% ആയിരുന്നു. ഓക്കെ, സോ ഡിഗ്രി ഫോൾ പറയാം. ഡിഗ്രി ഫോളിൽ ABC ആയിട്ട് വരണം. ഇത് എയുടെ ഫോൾ, ബിയുടെ ബൗൺസ് ആൻഡ് സിയുടെ വീണ്ടും വരണം. ഓക്കെ, സപ്പോർട്ട് ചെയ്തൊക്കെ ആയിരിക്കും ആ ഒരു സെനറി 38.20%, 50%, 60. ഓക്കെ, 61.80% ആൻഡ് പിന്നെ നമുക്ക് പോകാം 81.20%. ഓക്കെ, ഇത്ര റേഷ്യോസാണ് സപ്പോർട്ട്. ഓക്കെ, പറയാം ഒന്നുകൂടി സ്മോൾ ടൈം ഫ്രെയിമിൽ വന്നിട്ട് പറയാം. ഐ തിങ്ക് ഇത് AI, ഇത് ബിയുടെ ബൗൺസ് ഓൺ ഗോയിങ് ആണ് ആൻഡ് സിയുടെ താഴേക്ക് വീണ്ടും വരേണ്ടതാണ്. ബട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായി ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് പോയ ബുള്ളിഷ്നെസ്സിലേക്ക് മാറും. ശ്രദ്ധിക്കുക, അതാണ് റീഡിങ് എപ്പോഴും പറയണത്. മീൻസ് ഈ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യണം. ദാറ്റ് മീൻസ് 0 to BD ട്രെൻഡ് ലൈനാണ് പറയാറുണ്ട് നമ്മൾ. 0 to BD ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ബുള്ളിഷ്നെസ്സിലേക്ക് മാറി പ്രൈസ്. ഓക്കെ, ഓർ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് AI, ഇത് B ആണ് ആൻഡ് സിയുടെ കൊടുത്ത് നമുക്ക് സിയുടെ 5 മൂവ്സ് താഴേക്ക് കിട്ടും. ബട്ട് അത് സ്ലോ ആണെങ്കിൽ ചെറിയ മൂവ്സ് കിട്ടുക, ഹ്യൂജ് ആണെങ്കിൽ ബിഗർ നല്ല ഒരു
മൂവ്സ് നമുക്ക് കിട്ടും. ആൻഡ് മൂവ്സ് നമുക്ക് കിട്ടും ആൻഡ് സപ്പോർട്ട് ചെയ്തേക്കാണ് 1 2 3 4 3 സപ്പോർട്ട്സാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തേക്കുന്നത്. ബുള്ളിഷ്നെസ് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അബവ് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു ബ്ലാക്ക് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ അബവ്. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി ലെസസ് പോകാം. ബാങ്ക് നിഫ്റ്റി ഒന്നും പറയാനില്ല, അത് ഇതിനകത്താണ് ഈ ചാനലിൽ. ഈ ഒരു ചാനൽ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഇതിൻ്റെ അകത്താണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ബൗൺസ് വരുന്നത് A, B and Cയുടെ ബൗൺസാണ് ബാങ്ക് നിഫ്റ്റി. സിയുടെ അകത്ത് 1 2 3 4 5 A, B, C. സിയുടെ അകത്ത് നമ്മൾ 61.80% മിനിമം റേഷ്യോസ് ആണ്. 100% ആണ് നിൽക്കുന്നത്. സോ ഇത് 127%, 140, 161.80% അത്രയ്ക്ക് റെസിസ്റ്റൻസ് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇത്ര വരെ ബാങ്ക് നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ ഇതിൻ്റെ ബിലോ ആവുള്ളൂ. ഈ ഒരു റെസിസ്റ്റൻസ് ഇത് സപ്പോർട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇതിൻ്റെ ബിലോ. മേ ബി ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആവണം. ആൻഡ് റെസിസ്റ്റൻസ് ഇതും ആൻഡ് ദെൻ മുകളിലത്തെ ആ റെസിസ്റ്റൻസ് ആണ് ഫേസ് ചെയ്യുള്ളൂ ബാങ്ക് നിഫ്റ്റി. അതിൻ്റെ അബവ് ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ ഈ റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ ബിഗർ ടൈം ഫ്രെയിമും ബുള്ളിഷ് ലിസ്റ്റിലേക്ക് മാറും. ബട്ട് ഈസി ഇല്ല, ഈസി അല്ല. ബട്ട് ഐ തിങ്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരും റെസിസ്റ്റൻസ്. ഇതിൻ്റെ അബവ് നോക്കാം. 60,000 to 40 അബവ് ബുള്ളിഷായ അപ്പോൾ നോക്കാം. അതിൻ്റെ അബവ് ബുള്ളിഷ് ലിസ്റ്റിലേക്ക് മാറുള്ളൂ. ഓക്കെ, സെൻസെക്സ് പോകാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലേണിംഗ് പർപ്പസിനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാം അതേപോലെ തന്നെ നോക്കാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കുക ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. കാരണം എലിറ്റ് തിയറി അങ്ങനെയാണ്. നമ്മൾ ഡീപ്പർ നോളജ് വേണം. ചെറിയ SL വെച്ചിട്ടേ പ്ലേ ചെയ്യാറുള്ളൂ. ചെറിയ SL മീൻസ് എലിറ്റ് തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും SL ചെറുതേ തന്നെ വേണം. അവിടെ സ്ട്രക്ചർ പെർഫെക്റ്റ്ലി നമുക്ക് കിട്ടും. സെൻസെക്സ് നത്തിങ് ഒന്നും പറയാനില്ല. നിഫ്റ്റിയുടെ കൂടെ തന്നെ അതിൻ്റെ ആ കോപ്പി തന്നെയാണ് ഇത് എപ്പോഴും. ഐ തിങ്ക് ഇതിനകത്ത് ഈ പ്രോപ്പർ റെസിസ്റ്റൻസ് ലൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായി. സെൻസെക്സ് ഡബിൾ ബോട്ടം കാണുന്നുണ്ട് കേട്ടോ സെൻസെക്സിൽ. ആൻഡ് സെൻസെക്സിന് 61.80% ഇച്ചിരി കൂടി ഉണ്ട്. ഇതാണ് 61.80%. 61.80% പ്രൈസ് പോവുകയാണെങ്കിൽ രണ്ട് ഇൻഡെക്സിൽ ഞാനത് തന്നെ പറയുന്നത്. ദറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷ്നെസ്സിലേക്ക് മാറി. ഓക്കെ, ആൻഡ് ആ ഒരു സെനേറിയോയിൽ ചാടി ജമ്പ് ചെയ്യരുത്, സഡൻ എൻട്രി എടുക്കരുത്. കാരണം 1 ഇത് 2 ഇത് 3 ആകും. 3 മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ 4ൻ്റെ റീട്രേസ്മെൻറ്റ് ദെൻ ആയിരിക്കും 5 പോകുന്നത്. സോ 4ത്തിൻ്റെ റീട്രേസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ജമ്പ് ചെയ്യരുത്. ഓക്കെ, തേർഡ് വെയിറ്റ് ചെയ്യുക. തേർഡ് എവിടെ വരെ തേർഡിൻ്റെ റെസിസ്റ്റൻസ് പിന്നെ 81 ഈ ഫുൾ ലെഗിൻ്റെ 81.0% കൂടി ഉണ്ടാവും. അതിൻ്റെ 81.0% ഇതാണ് നോക്കുന്നത്. ഓക്കെ, സോ ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ മീൻസ് ബുള്ളിഷ് ആയി പ്രൈസ് ഇതിൻ്റെ അബവ് പോയി 61.0% അബവ് പോയി. ദാറ്റ് മീൻസ് ബുള്ളിഷ് ആയി. ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്ത് വെയിറ്റ് ചെയ്യണം? പ്രൈസ് ഇത് 1 ഇത് 2 3 ആണ്. 3യുടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് എന്തായാലും പ്രൈസ് തിരിച്ച് താഴേക്ക് വരും. അങ്ങനെ ബ്ലൈൻഡ്ലി പോവില്ല. ഇൻ കേസ് പോയാലും അപ്പോൾ സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെ ഉണ്ടാവും അത് നോക്കുകയാണെങ്കിൽ 1 2 ഇത് 3 ആണ്. ഇതിൻ്റെ 4 തന്നെ ഇതിൻ്റെ 5th കൂടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. അങ്ങനെയാണ് സ്കാൽപ്പ്. ഇപ്പോൾ ഇറ്റർലെ മൂവ്സ് നോക്കിക്കോ. ഇത് 1 2 3 4 and 5th. ദാറ്റ് മീൻസ് പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് റെസിസ്റ്റൻസ് അവിടെ ഓപ്പണിംഗ് ചെയ്യും. അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യുക. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് സപ്പോർട്ട്സിൻ്റെ ഇവിടെ നിന്ന് ബൗൺസ് തരുന്നുണ്ട്. ഇതാണ് സപ്പോർട്ട്. ആൻഡ് ഇത് എവിടെ നിന്ന് 111% ആണോ സപ്പോർട്ട്? നോക്കാം. യെസ്, 111% ആണ് സപ്പോർട്ട് എടുക്കുന്നത് കേട്ടോ. സോ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് 111%. ദാറ്റ് മീൻസ് ഫെയിലിയർ സോണാണ്. ഓക്കെ, സോ ഫെയിലിയർ സോണിൻ്റെ എന്തായി 1 ഇത് 2 3 ഓൺ ഗോയിങ് ആണ്. ഇതിൻ്റെ 3 4 and 5 നമുക്ക് കിട്ടും. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതിൻ്റെ അബവ് പോയാൽ റെസിസ്റ്റൻസ് അബവ് പോയാൽ ബുള്ളിഷ് ആകും. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഐ തിങ്ക് ബെറ്റർ ആണ്. ഇപ്പോൾ 111%. ഇനി ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഈ സംഭവം വീണ്ടും നമ്മുടെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ ചാനലിൻ്റെ അകത്ത് മുകളിലത്തെ ബ്ലാക്ക് ചാനൽ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇതിൻ്റെ ഇത് 1 ഇത് 2 ഇത് 3 കാണുന്നുണ്ട്. 4 and 5th വരും. ഐ തിങ്ക് ഇതിൻ്റെ നമുക്ക് നല്ല മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് 5th ഇതിനകത്ത് 5th ഫെയിലിയർ. 111% എന്ന് പറഞ്ഞാൽ മീൻസ് ഫെയിലിയർ തോന്നാണ്. 111% എന്ന് പറഞ്ഞാൽ ഫെയിലിയർ തോന്നാണ്. ആൻഡ് ഫെയിലിയർ തോന്നാണെങ്കിൽ 1 2 3
4 and 5th years 111% പെർഫെക്റ്റ്ലി തന്നെ. ഐ തിങ്ക് ഇനി ഇത് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്താൽ പിന്നെ വീക്ക്നെസ് ആണ് ഈ ലോ അല്ല, ഈ ലോ തന്നെ വിചാരിച്ചോ, ഏതാ ഈ ലോ തന്നെ ബ്രേക്ക് ചെയ്യാനേ പാടില്ല. ഇനി 2065 ഇത് ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് തന്നെയാണ്. ഇത് പിന്നെ സേഫ് അല്ല, ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ സേഫ് അല്ല. പക്ഷേ ഇപ്പോൾ തന്നെ ഇവർ വേവ് 1 കാണിച്ചിട്ടുണ്ട്. ഇവിടെ 1, ഇത് 2, ഇത് 3ലേക്ക് എൻറ്റേർഡ് ആയി. 3 മേ ബി ഗ്യാപ്പ് അപ്പ് ആൻഡ് ദെൻ 4th and 5th അങ്ങനെ ആവാം. ഓക്കെ, നോക്കിയിട്ട് പ്ലേ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.